ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളും കുരിശുമരണവും ഓർമ്മിച്ചുകൊണ്ട് ക്രിസ്തീയ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ നടന്നു. പീഡാനുഭവ വായനയും സന്ദേശവും പരിഹാര പ്രദക്ഷിണയും ഉണ്ടായി. മനുഷ്യരുടെ പാപങ്ങൾ കഴുകാനായി യേശുക്രിസ്തു ക്രൂശിതനായ ദിനം ക്രൈസ്തവർ ദുഃഖവെള്ളിയായി ആചരിക്കുന്നു. എല്ലാ വർഷവും ഈസ്റ്ററിനു മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ഈ ദിവസം. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ഈ ദിവസം വളരെ പരിശുദ്ധിയോടെയും വ്രതത്തോടെയും കഴിച്ചുകൂട്ടുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ നടന്നു. കാളിക്കാവ് സെന്റ് സേവ്യേഴ്സ് ദേവാലയത്തിൽ കുരിശിന്റെ വഴി, കൈപ്പുനീർ പാനം ചെയ്യൽ, തിരുസ്വരൂപ വണക്കം എന്നീ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ നടന്നു. ഫാദർ റോയി കൂനാനിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച ഉയിർപ്പിന്റെ ഭക്തിനിർഭരമായ വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും നടക്കും. അടക്കാക്കുണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിലും ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ നടന്നു. തുടർന്ന് 70 ഏക്കറിലേക്ക് കുരിശിന്റെ വഴി നടന്നു. ഫാദർ നിർമ്മൽ പുലയൻ പറമ്പിൽ പ്രധാന കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും ഞായർ പുലർച്ചെ 3-ന് ഉയിർപ്പിന്റെ തിരുക്കർമ്മങ്ങളും നടക്കും. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. Yes.